എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ ചരിത്ര നിമിഷം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ഇതിഹാസ സ്റ്റേഡിയമായ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്ത്യൻ ടീമിന്റെ T20 ലോകകപ്പിലെ നിർണായക മഹാപോരാട്ടം തുടങ്ങുകയാണ്. സ്റ്റേഡിയം മുഴുവൻ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. എങ്ങും പാറിക്കളിക്കുന്ന ത്രിവർണ പതാകകളും കാതടപ്പിക്കുന്ന ഇന്ത്യ ഇന്ത്യ വിളികളും ഇന്നത്തെ ദിവസം ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഏവരുടെയും കണ്ണുകൾ മൈതാന മധ്യത്തേക്കായിരുന്നു. പ്രശസ്ത കമന്റേറ്റർ രവി ശാസ്ത്രിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങിയപ്പോൾ ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാരും ഗാലറിയിലെ 10,000ങ്ങളും ശ്വാസമടക്കി പിടിച്ചു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് നാണയം വായുവിലേക്ക് ചുഴറ്റിയപ്പോൾ വിൻഡീസ് നായകൻ ഷായ് ഹോപ്പ് ഹെഡ് എന്ന് വിളിച്ചു. എന്നാൽ ഇത്തവണ ഭാഗ്യദേവത ഇന്ത്യയെ കടാക്ഷിച്ചു. നാണയം ടെയിലിൽ വീണു. ടോസ് നേടിയ ഉടനെ യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റിംഗ് ചെയ്യാനാണ് സൂര്യകുമാർ തീരുമാനിച്ചത്. ഈഡൻ ഗാർഡൻസിലെ മികച്ച കാലാവസ്ഥയും ബാറ്റിംഗിനെ അതിതീവ്രമായി തുണയ്ക്കുന്ന പിച്ചും മുതലെടുത്ത് ആദ്യം തന്നെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി വിൻഡീസിനെ തുടക്കത്തിൽ തന്നെ മാനസികമായി തകർക്കുക എന്നതാണ് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ. ടോസ് ലഭിച്ചിരുന്നെങ്കിൽ താനും ആദ്യം ബാറ്റിംഗ് തന്നെ തെരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് ഷായ് ഹോപ്പും സമ്മതിച്ചതോടെ കളിയിലെ ആദ്യ ആധിപത്യം ഇന്ത്യ സ്വന്തമാക്കിയെന്ന് ഉറപ്പായി. എന്നാൽ ഏറ്റവും വലിയ ബോംബ് പൊട്ടിയത് സൂര്യകുമാർ ഇന്ത്യയുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചപ്പോഴാണ്. വിൻഡീസ് ക്യാമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഭൂകമ്പം സൃഷ്ടിക്കുന്ന, അവരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തന്ത്രപരമായ മാറ്റങ്ങളാണ് നായകൻ വരുത്തിയത്. അതേ സുഹൃത്തുക്കളെ, ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആ വമ്പൻ പ്രഖ്യാപനം. പകരക്കാരന്റെ കുപ്പായം വലിച്ചെറിഞ്ഞ് മലയാളി താരം സാക്ഷാൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11ലേക്ക് സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. വെടിക്കെട്ട് വീരൻ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്യാപ്റ്റൻ നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സഞ്ജുവിനെ തന്നെയാണ്. പവർ പ്ലേയിൽ വിൻഡീസ് ബോളർമാരെ കടന്നാക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ മാരക നീക്കം എതിരാളികളുടെ ഉറക്കം കെടുത്തു. തൊട്ടു പിന്നാലെ 3-ാം നമ്പറിൽ അതിമാരക ഫോമിലുള്ള ഇഷാൻ കിഷൻ കൂടി ക്രീസിലെത്തുമ്പോൾ സ്കോർ ബോർഡിന് തീ പിടിക്കുമെന്നത് ഉറപ്പാണ്. ടീമിന്റെ ഈ പുതിയ ആക്രമണ ശൈലിക്ക് വേണ്ടി വിശ്വസ്തനായ തിലക് വർമ്മയെ കടുത്ത വേദനയോടെയാണെങ്കിലും നായകന് പുറത്തിരുത്തേണ്ടി വന്നു. 4-ാമനായി സാക്ഷാൽ സൂര്യകുമാറും ക്രീസിലെത്തുമ്പോൾ റൺ ഒഴുകും. 5-ാം നമ്പറിൽ ഫിനിഷറുടെ റോളിൽ വാഷിംഗ്ടൺ സുന്ദർ, 6-ാമനായി ലോകോത്തര ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, 7-ാമനായി സ്പിന്നർമാരുടെ പേടി സ്വപ്നമായ ശിവം ദുബെ കൂടി ചേരുന്നതോടെ ഇതൊരു വധശിക്ഷാ സ്ക്വാഡായി മാറുന്നു. 8-ാമനായി അക്ഷർ പട്ടേലും എത്തുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കടലിന്റെ ആഴവും കരുത്തുമുണ്ട്. ബോളിംഗിലാകട്ടെ ലോകം മുഴുവൻ ഭയപ്പെടുന്ന അസ്ത്രങ്ങളുമായി ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം യുവത്വം തുളുമ്പുന്ന അർഷ്ദീപ് സിംഗും എതിരാളികളെ കറക്കി വീഴ്ത്താൻ മാന്ത്രിക സ്പിന്നർ കുൽദീപ് യാദവും എത്തുമ്പോൾ വിൻഡീസ് ബാറ്റ്സ്മാൻമാർക്ക് പിടിച്ചു നിൽക്കാൻ വിയർപ്പൊഴുക്കേണ്ടി വരും. കണക്കുകൾ പരിശോധിച്ചാൽ ഇതുവരെ നടന്ന 30 T20 പോരാട്ടങ്ങളിൽ 19 എണ്ണത്തിലും ഇന്ത്യയാണ് വിജയിച്ചത്. 10 എണ്ണം വിൻഡീസ് നേടിയപ്പോൾ ഒരെണ്ണം ഫലമില്ലാതെ അവസാനിച്ചു. ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യമുണ്ടെങ്കിലും T20 ഫോർമാറ്റിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് വീരന്മാരായ വിൻഡീസിനെ അത്ര നിസ്സാരമായി കാണാനാവില്ലെന്ന് നായകന് നന്നായി അറിയാം. ഈഡൻ ഗാർഡൻസിൽ സാധാരണയായി 2ാമത് ബാറ്റിംഗ് ചെയ്യുന്നവർക്കാണ് വിജയം എളുപ്പമാകുക. കാരണം രാത്രിയിലെ കനത്ത മഞ്ഞുവീഴ്ച ബോളർമാരെ വല്ലാതെ വലയ്ക്കും. എങ്കിലും അഹമ്മദാബാദിലെ ഫൈനലിൽ ടോസ് നഷ്ടപ്പെട്ടപ്പോൾ അനുഭവിച്ച കൈപ്പേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കളിക്ക് മുൻപ് തന്നെ കൃത്യമായ പ്ലാൻ എ, പ്ലാൻ ബി എന്നിവ ഇന്ത്യ തയ്യാറാക്കിയിരുന്നു. ഇന്ത്യൻ ടീമിന്റെ ടോസ് ഭാഗ്യം സമീപകാലത്ത് വളരെ മോശമാണെങ്കിലും ഇന്നത്തെ ഈ ടോസ് വിജയം സെമി ഫൈനലിലേക്കുള്ളൊരു വലിയ ചവിട്ടുപടിയാകുമെന്ന് തീർച്ചയാണ്. ആരാധകർക്ക് ഏറ്റവും വലിയ സന്തോഷവാർത്ത ഈ മത്സരത്തിന്റെ സമയമാണ്. ഇന്ത്യൻ സമയം കൃത്യം വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന ഈ ഹൈ വോൾട്ടേജ് പോരാട്ടം രാത്രി 11 മണിയോടെ അവസാനിക്കും. അതിനാൽ ആർക്കും ഒരു നിമിഷവും നഷ്ടമാകില്ല. സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ ഹൈ ഡെഫിനിഷനിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മൊബൈലിലും നിങ്ങൾക്ക് ഈ ഹൈ വോൾട്ടേജ് പോരാട്ടം തത്സമയം ആസ്വദിക്കാം. സിംബാബ്വേയെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ വരുന്ന ഇന്ത്യ ഇന്നുകൂടി ജയിച്ചാൽ അത് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇരട്ടി മധുരമാകും. ആ ഒരു വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻ ആരാണ്? അതിവേഗം റൺ കണ്ടെത്തുന്ന അഭിഷേക് ശർമ്മയോ, അതോ വിനാശകാരിയായ ഇഷാൻ കിഷനോ, അതോ നമ്മുടെ സ്വന്തം സഞ്ജുവോ? ഇന്ത്യൻ ടീം ഇന്ന് വിൻഡീസിനെ തകർത്ത് തരിപ്പണമാക്കി ലോകകപ്പിൽ തങ്ങളുടെ അപ്രമാദിത്യം ഉറപ്പുവരുത്തുമോ? നിങ്ങളുടെ തീപ്പൊരി അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.